എപ്സ്റ്റീൻ ഫയൽസും അതിലൂടെ പുറത്തുവന്ന അട്രോസിറ്റീസുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പക്ഷേ ഒരു സാഡ് റിയാലിറ്റി എന്തെന്നാൽ ഇതൊക്കെ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതാണെന്നാണ്. എപ്സ്റ്റീൻ ഫയൽസിലൂടെ നമ്മൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തീമായിട്ടും സ്റ്റോറിയായിട്ടും 1930 മുതൽ 2025 വരെയുള്ള ഒരുപാട് സിനിമ, സീരീസ്, ഡോക്യുമെൻ്ററീസിൽ വന്നിട്ടുള്ളതാണ്. സീക്രട്ട് സൊസൈറ്റീസ്, വേൾഡ് കൺട്രോൾ ചെയ്യുന്ന ഹിഡൻ ഗ്രൂപ്പ്സ്, വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൈകൃത ആചാരങ്ങളും ആഘോഷങ്ങളും നടത്തുന്ന റിച്ച് അലൈറ്റ് ഓർഗീസ്, പവറും പണവും ഉപയോഗിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരനെ യൂസ് ചെയ്യുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും എല്ലാം വേൾഡ് സിനിമ ഇൻഡസ്ട്രി ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത ടോപ്പിക്സ് ആണ്. ഇപ്പോഴതിന് കുറച്ച് ലിവിങ് എക്സാമ്പിളും തെളിവുകളും കിട്ടിയെന്നേ ഉള്ളൂ. അക്കൂട്ടത്തിൽ എനിക്ക് എപ്സ്റ്റീൻ ഫയൽസിലേതുപോലെ തോന്നിയ കുറച്ച് സിനിമകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിൽ തന്നെ റിലീസിന് ശേഷം ഫിലിം മേക്കേഴ്സ് മർഡർ ചെയ്യപ്പെട്ട സിനിമകൾ വരെയുണ്ട്. ആൻഡ് 15 മൂവീസ് എന്നതും കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ നമ്പറാണ്. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതും ഇപ്പോൾ തേടി പിടിച്ച് കണ്ടതുമായ കുറച്ച് മൂവീസാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയുള്ളതല്ല. 18+ ഇല്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. സിനിമകൾ മനസ്സിലാക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ച് പറഞ്ഞുതരാം. സോ വെൽക്കം ടു മൂവി ക്യൂ. ടുഡേ വി ഡിസ്കസ് എപ്സ്റ്റീൻ ഫയൽസ് വേഴ്സസ് വേൾഡ് സിനിമ. ഒന്നാമത്തെ കാറ്റഗറി എപ്സ്റ്റീൻ്റേതുപോലെ സീക്രട്ട് ഐലൻഡ് അല്ലെങ്കിൽ സീക്രട്ട് പ്ലേസിൽ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ വയലൻസ് തീമായിട്ടുള്ള സിനിമകളാണ്. അതിൽ ഒന്നാമത്തേത് 1975 പുറത്തിറങ്ങിയ സാലോ ഓർ ദ 120 ഡേയ്സ് ഓഫ് സോഡം. ഫാസിസ്റ്റ് ഇറ്റലിയിൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ നടക്കുന്ന കഥയാണിത്. സൊസൈറ്റിയിലെ റൂളിംഗ് അതോറിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന 4 പവർഫുൾ മെൻ, ഡ്യൂക്ക്, ബിഷപ്പ്, മജിസ്ട്രേറ്റ്, പ്രസിഡന്റ്, ഇവരടങ്ങിയ ഒരു സീക്രട്ട് സൊസൈറ്റി യുവാക്കളെയും പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി ഒരു ഐസൊലേറ്റഡ് മാൻഷനിൽ വെച്ച് സൈക്കോളജിക്കലിയും സെക്ഷലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്യുന്നതാണ് കഥ. സ്ലോ പേസിൽ ഒരു ഡ്രമാറ്റിക് രീതിയിലാണ് സ്റ്റോറി പറയുന്നത്. ആൻഡ് ഇത് കാണേണ്ടവർ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഇപ്പോഴത്തെ പോലുള്ള ഒരു വയലന്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ല ഇത് കാണിക്കുന്നത്. കുറച്ച് വൃത്തികെട്ട സീനുകളാണ് ഇതിലുള്ളത്. അന്ന് റിയലായിട്ട് നടന്ന പല ഇൻസിഡൻസിനെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ പോളോ പസോലിനി സിനിമയുടെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഇതിൽ പറയുന്ന സീക്രട്ട് സൊസൈറ്റി സിനിമയുടെ പശ്ചാത്തലത്തിൽ കൊന്നതാണെന്നും പേഴ്സണൽ ഡിസ്പ്യൂട്ടിൽ മരിച്ചതാണെന്നും വാദങ്ങളുണ്ട്. രണ്ടാമത്തേത് ഹോസ്റ്റഡ്. എപ്സ്റ്റീൻ ഫയൽസിലെ ടോർച്ചറിങ് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ നമ്മൾ പലരും കണ്ടതാണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റിന് ഫ്രസ്ട്രേഷനും തീർക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ടോർച്ചർ ചെയ്ത് കൊല്ലുന്നത് കാണിക്കുന്ന സിനിമയാണ് 2005 റിലീസായ ഹോസ്റ്റഡ്. അന്ന് യൂറോപ്യൻ കൺട്രീസിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പൈസ കൊടുത്താൽ ടോർച്ചറിങ് നടത്താവുന്ന സീക്രട്ട് സെന്റേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ന്യൂഡിറ്റിയും വയലൻസും ഒക്കെ ഉള്ളൊരു പടമാണിത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിനിമകൾ കണ്ട് പരിചയമുള്ളവർ കാണുക. ഈ സെയിം തീമിൽ തന്നെ 2020 റിലീസായ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു സിനിമയാണ് ദി ഹണ്ട്. പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരുടെ ഈഗോയ്ക്കും എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ട് സാധാരണക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ഗെയിംസ് വെച്ച് ഹണ്ട് ചെയ്യുന്നതാണ് സിനിമ. നെക്സ്റ്റ് ബ്ലിങ്ക് ടോയ്സ്. ഈ ഒരു തീമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 റിലീസായ സിനിമയാണ് ബ്ലിങ്ക് ടോയ്സ്. വളരെ റിച്ചായിട്ടുള്ള ഒരു ബിസിനസ് മാൻ കുറച്ച് സ്ത്രീകളും പുരുഷന്മാരുമായി പുള്ളിയുടെ ഒരു സീക്രട്ട് ഐലൻഡിലേക്ക് ഒരു വെക്കേഷൻ ട്രിപ്പ് പോകുന്നു. ആദ്യം നല്ലൊരു പീസ്ഫുൾ എൻജോയിങ് സിനിമയായിട്ടൊക്കെ തോന്നും. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കുമുള്ള തീമിലേക്ക് എത്തുന്നത്. എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണിത്. ഈ രണ്ടാമത്തെ കാറ്റഗറി വേൾഡ് റൂൾ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസും റിച്ച് അലൈറ്റ്സും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന സീക്രട്ട് സൊസൈറ്റിനെ പറ്റിയുള്ള സിനിമകൾ. ഈ കാറ്റഗറി കൂട്ടത്തിലെ കൊമ്പൻ ഓഫ്കോഴ്സ് ഐസ്വാഡ് ഷെട്ട് തന്നെയാണ്. വേൾഡ് സിനിമയിലെ തന്നെ ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള സ്റ്റാൻലി കുബ്രിക്കിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് ഫിലിം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒട്ടുമിക്ക പേര് ഈ മൂവി കാണുകയും കുബ്രിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺസ്പിറൻസീസും കേട്ടിട്ടുണ്ടാവും. സോ അതിലേക്ക് ഡീപ്പായിട്ട് കടക്കുന്നില്ല. പക്ഷെ ഐസ് വൈറ്റ് ഷെട്ട് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് 2012 ഇറങ്ങിയ ദി കോൺസ്പിരസി. ഐസ് വൈറ്റ് ഷട്ടിൽ അവിചാരിതമായ സീക്രട്ട് സൊസൈറ്റിയെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും അതിനെ ഫോക്കസ് ചെയ്താണ് പോകുന്നത്. ആൻഡ് ഇതൊരു ഫിലിം അല്ല, മോക്യുമെന്ററി സ്റ്റൈലിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഐസ് വൈറ്റ് ഷട്ട് പോലെ തന്നെ കുറച്ച് കൺഫ്യൂഷൻസും കുറേ ക്വസ്റ്റ്യൻസും ബാക്കി നിർത്തിയാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൂവി ദി സ്കൾസ്. സ്കൾസ് എന്ന പേരിലുള്ള സമൂഹത്തിലെ റിച്ച് ആയിട്ടുള്ളവരും പവർഫുൾ റോളിൽ ഇരിക്കുന്നവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സീക്രട്ട് സൊസൈറ്റിനെ പറ്റി പറയുന്ന സിനിമയാണ് 2000 റിലീസായ ദി സ്കൾസ്. ഫ്യൂച്ചറിലേക്ക് ഈ സൊസൈറ്റിയെ ലീഡ് ചെയ്യുന്നതിനുള്ള കുറച്ച് യങ്സ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് കാണിച്ചിട്ടുള്ളത്. വലിയ സംഭവവികലമായ സിനിമയൊന്നുമല്ല. പക്ഷേ സ്കൾസ് ആൻഡ് ബോൺസ് എന്ന റിയൽ സീക്രട്ട് സൊസൈറ്റി ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്.
ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നത് എല്ലാ വർഷവും ഐവി ലീഗ് കോളേജിൽ നിന്നും സെർട്ടൈൻ എലൈൻ സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കാറുണ്ടെന്നും ഇതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സ് എങ്കിലും US പ്രസിഡന്റ് വരെ ആയവരാണെന്നും പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു റെലവൻസും. സ്ലോയിൽ കഥ പറഞ്ഞു തുടങ്ങി ത്രില്ലിംഗ് ആവുന്ന രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് സ്കൾസ്. 4ാമത്തെ മൂവി സൊസൈറ്റി. 1989 റിലീസായ ബോഡി ഹൊറർ ടൈപ്പ് സിനിമയാണ് സൊസൈറ്റി. റിച്ച് എലൈറ്റ്സ് ആയിട്ടുള്ളവർ എന്റർടൈൻമെന്റിന് വേണ്ടി ലോ ക്ലാസ്സിലുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു തീം. എപ്സ്റ്റീൻ ഫയൽസിലേതുപോലെ മനുഷ്യ മാംസം തിന്നുന്നത് പോലുള്ള വികൃതമായിട്ടുള്ള ഓർഗീസ് ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. കോൺസെപ്റ്റ് വൈസ് വളരെ ഡെപ്ത് ആയിട്ടുള്ള സെറ്റാറിക്കലി മേക്ക് ചെയ്തൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണിത്. അടുത്തത് സ്റ്റാറി ഐസ്. 2014 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ് സ്റ്റാറി ഐസ്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് തങ്ങളുടെ സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതാണ് സിനിമ. ബോഡി ഹൊറർ രീതിയിലാണ് ഇതും അവതരിപ്പിച്ചിട്ടുള്ളത്. വൺ ഡേ വാച്ചബിൾ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. നെക്സ്റ്റ് ദി ഇൻവിറ്റേഷൻ. എക്സ് വൈഫിന്റെ ക്ഷണത്തിൽ ഒരു പാർട്ടിക്ക് പോകുന്നതും പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിലുള്ളത്. ഡെത്ത് ഈസ് പീസ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നടത്തുന്ന ഗ്യാതറിംഗ്, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. സ്ലോയിൽ കഥ പറഞ്ഞ് ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റോറി ടെല്ലിംഗ്. ആൻഡ് 90കളിലെ ഒരുപാട് കേസുകളിൽ ഈ സിനിമയിൽ ഇതുപോലെ സമാനമായിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ് കാറ്റഗറി ഹിഡൻ കൺട്രോളേഴ്സ് എന്ന തീമിലുള്ള സിനിമകളാണ്. അതിലൊന്നാമത്തേത് ദേ ലിവ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നിയന്ത്രിക്കുന്നത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഓഫ് പീപ്പിളാണ് എന്ന തീമിൽ 1988 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമയാണ് ദേ ലിവ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏലിയൻ പോലെയും സാധാരണ മനുഷ്യരെ അവരുടെ കൺസ്യൂമേഴ്സ് ആയിട്ടുമാണ് കാണിക്കുന്നത്. സത്യത്തിൽ അന്ന് തൊട്ട് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഒരു റൂളിംഗ് സിസ്റ്റത്തിനെ സെറ്റാറിക്കലി കാണിച്ചിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണിത്. ഒരു പ്രത്യേകതരം കണ്ണാടി വെക്കുമ്പോൾ ഇവരുടെ റിയൽ ഫേസും റൂൾസും കാണാൻ പറ്റും, അല്ലാത്തപ്പോൾ വളരെ നോർമലും ആയിരിക്കും. ഈ എപ്സ്റ്റീൻ്റെ ഇഷ്യൂ തന്നെ എടുത്താലും ഇപ്പൊ പുറത്തുവിട്ട ഈ ഫയൽസിലൂടെയാണ് പല ഉന്നതന്മാരുടെയും റിയൽ ഫേസും വൈകൃതങ്ങളും ലോകം അറിഞ്ഞത്. എന്നാൽ ആ ഫയൽസിനെ പഠിക്കാൻ തയ്യാറാകാത്തവർ ഇപ്പോഴും തങ്ങളുടെ പല ആരാധകാപാത്രങ്ങളെയും ദൈവങ്ങളായി കൊണ്ട് നടക്കുന്നു. അത് ആരൊക്കെയാന്ന് പറയേണ്ടതില്ലല്ലോ. അടുത്തത് എപ്സ്റ്റീൻ്റെ കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി പോലത്തെ ഒരു ട്രൂ ക്രൈം ഡോക്യുമെന്ററിയാണ്. അമേരിക്കൻ കോൺസ്പിറസി ഒക്ടോപ്പസ് മർഡേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. 2024 നെറ്റ്ഫ്ലിക്സിൽ റിലീസായ 4 പാർട്ടുകളുള്ള ഒരു ഡോക്യു സീരീസാണിത്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ ഡാനി കസലോറയുടെ 1991 മിസ്റ്റീരിയസ് ഡെത്തിനെ ഫോളോ അപ്പ് ചെയ്തു പോകുന്നതും ദി ഒക്ടോപ്പസ് എന്ന് അദ്ദേഹം വിളിച്ചിരുന്ന ഒരു ഷാഡോ നെറ്റ്വർക്കിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നതാണ് ഇതിന്റെ സ്റ്റോറി. നെക്സ്റ്റ് അണ്ടർ ദ സിൽവർ ലേക്ക്. 2018 ഇറങ്ങിയ ഒരു മിസ്റ്ററി ത്രില്ലറാണ് അണ്ടർ ദ സിൽവർ ലേക്ക്. നെയ്ബറായ പെൺകുട്ടിയെ പരിചയപ്പെടുന്നു, പിന്നീട് അവളെ കാണാതാകുന്നു. അവളെ അന്വേഷിച്ചിറങ്ങുന്ന നായകൻ കുറെ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഇതാണ് സ്റ്റോറി ലൈൻ. ഇതൊരു കൺവെൻഷണൽ ത്രില്ലർ അല്ല, ബട്ട് വൺ ടൈം വാച്ചബിൾ ആയിട്ടൊരു നല്ല മൂവിയാണ്. നെക്സ്റ്റ് പലർക്കും അറിയാവുന്ന ഒരു സീരീസാണ് ട്രൂ ഡിറ്റക്റ്റീവ്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണിത്. നേരിട്ട് എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ഇതിന് കണക്ഷൻ ഒന്നുമില്ല. കുറച്ചുകൂടെ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസും ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷനൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. വർഷങ്ങളായി തുടരുന്ന റിച്വലിസ്റ്റിക് ക്രൈംസ് അന്വേഷിക്കുന്നതിനിടെ പൊളിറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകളുമായി ബന്ധമുള്ള ഒരു രഹസ്യ നെറ്റ്വർക്കിനെ കണ്ടെത്തുന്നതാണ് കഥ. അതുപോലെ തന്നെ 2006 ഇറങ്ങിയ ദി ഡാവിഞ്ചി കോഡ് എന്ന ഫിലിം ഹിഡൻ ആയിട്ടുള്ള ഒരു എലൈറ്റ് സൊസൈറ്റിയും അവരുടെ ക്രൈംസും കണ്ടെത്തുന്നതാണ് സിനിമ. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയാണിത്. ഈ പറഞ്ഞ സിനിമകളെല്ലാം കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. കുറച്ചും കൂടെ റിലീജിയസ് ആയിട്ട് നോക്കിയാൽ ഇതുപോലുള്ള സീക്രട്ട് ഗ്യാതറിംഗും ക്രൂവൽ റിച്വൽസും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. ലൈക്ക് റോസ്മേരീസ് ബേബി, ദി വിക്കർ മാൻ, മിഡ്സമ്മർ, ഹെറിഡിറ്ററി, അതുപോലൊക്കെ. സോ ഈ എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റഡ് ആയി തോന്നിയ വേറെ സിനിമകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെ സിനിമ റിലേറ്റഡ് കോണ്ടന്റ് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ദിസ് ഇസ് ഭാമ. താങ്ക് യു ഫോർ വാച്ചിങ്.